ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ വിഷ്വലി ഇമ്പയർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓറിയൻറ്റേഷൻ ആരംഭിക്കുകയാണ്. സാധാരണ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട ഡെമോ വീഡിയോ ട്യൂട്ടോറിയൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാറുള്ളത്. അതുകൂടാതെ കാഴ്ചാപരിമിതരായ വ്യക്തികൾ ഉപയോഗിക്കുന്ന ജോസ്, NVDA എന്നീ സ്ക്രീൻ റീഡറുകളുടെ ഡെമോ ട്യൂട്ടോറിയലുകളും ഈ ചാനൽ അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി എങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കണം എന്ന് പരിചയപ്പെട്ടു തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി സാംസങ് One UI ഹോം ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന വീഡിയോ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. സാംസങ് One UI ഹോമിന് ഒരു ഓറിയൻറ്റേഷൻ എന്ന ഈ വീഡിയോ പരമ്പരയുടെ ആദ്യ ഭാഗത്തിൽ One UI ഹോം സ്ക്രീൻ വിൻഡോ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം. എന്താണ് സാംസങ് One UI ഹോം എന്ന് നോക്കാം. സാംസങ് One UI ഹോം എന്നത് ഒരു ലോഞ്ചറാണ്. സാധാരണയായി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് സ്വാഭാവികമായും ഒരു ലോഞ്ചർ ഉണ്ടാകും. അതുപോലെ സാംസങ് കമ്പനിയുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ ഡിഫോൾട്ട് ലോഞ്ചറാണ് One UI ഹോം. എന്താണ് ലോഞ്ചർ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതുപോലെ നമ്മൾ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയൽസ്, ഫോൾഡേഴ്സ്, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഇവയെല്ലാം ഓപ്പൺ ചെയ്യുന്നതിനും റൺ ചെയ്യുന്നതിനും പ്രാപ്തമാക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിൻഡോ ആണ് ലോഞ്ചർ. അത്തരത്തിൽ ഒരു ലോഞ്ചറാണ് സാംസങ് One UI ഹോം. സാംസങ് One UI ഹോം പല വേർഷനുകളിൽ അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് 12-നൊപ്പം വന്നിട്ടുള്ള One UI 4.1 ആണ്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് One UI 3.1 ആണ്, ആൻഡ്രോയിഡ് 11. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്നത് പോലെ ഒരു കോമൺ മെത്തേഡ് അല്ലെങ്കിൽ കോമൺ ഷോർട്ട് കട്ട്സ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ നമുക്ക് പിന്തുടരാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുടെ ഡെവലപ്പേഴ്സായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ അവരവരുടെ ഭാവനകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഡിവൈസുകൾ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സാംസങ് അവരുടെ ഡിവൈസുകൾക്ക് ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം One UI എന്ന കവറേജ് നൽകിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡിനെ സാംസങ് അവരുടേതായ കസ്റ്റമൈസേഷൻ വരുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നൽകുന്നത്. അതുപോലെ ഷിയോമി, വായ്, ഓപ്പോ, വിവോ, പോക്കോ തുടങ്ങിയിട്ടുള്ള ഓരോ കമ്പനികളും ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അവരവരുടെ കസ്റ്റമൈസേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള MIUI, ഓക്സിജൻ, കളർ OS തുടങ്ങിയിട്ടുള്ള പലതരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ എല്ലാം ഫങ്ഷൻസ് വ്യത്യാസമുണ്ടാവും, ലോഞ്ചറുകളും വ്യത്യാസമുണ്ടാവും. എങ്കിലും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെല്ലാം ഒരുപോലെ ആയതിനാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്നത് പോലെ ഏറെക്കുറെ നമുക്ക് ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ഡിവൈസുകളെയും മനസ്സിലാക്കാം. കൂടാതെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അഥവാ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൻഡ്രോയിഡ് പ്യുവറായി നമുക്ക് ലഭിക്കുന്ന ഡിവൈസുകളുമുണ്ട്. അഥവാ നോക്കിയ, മോട്ടോറോള തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ഫോണുകൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പിന്തുടരുന്ന കമ്പനികളാണ്. അതുപോലെ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളും പ്യുവർ ആൻഡ്രോയിഡ് പിന്തുടരുന്ന ഡിവൈസുകളാണ്. ഇത്തരം ഡിവൈസുകളും കസ്റ്റമൈസ്ഡ് ഡിവൈസുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ലോഞ്ചറും ഫംഗ്ഷനുകളുമായിരിക്കും ഉണ്ടാവുക. ഏതായാലും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഒരുപോലെ ആയതിനാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മാർട്ടായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാംസങ് One UI ഹോം ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന വീഡിയോ പരമ്പരയുടെ ഒന്നാം ഭാഗമായ ഈ വീഡിയോയിലൂടെ നമ്മൾ സാംസങ് One UI ഹോം ലോഞ്ചറിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോ ഓറിയൻറ്റേഷനുമാണ് പരിചയപ്പെടുന്നത്. ആദ്യം സാംസങ് One UI ഹോമിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ധാരാളം സവിശേഷതകൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ സിമ്പിൾ യൂസർ ഇൻ്റർഫേസ് ഉള്ള ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് സാംസങ് One UI ഹോം. മൾട്ടിപ്പിൾ ലേഔട്ടുകൾ അഥവാ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീൻ, ഹോം സ്ക്രീൻ ഓൺലി എന്നിങ്ങനെ 2 ലേഔട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹോം സ്ക്രീൻ ഗ്രിഡിനും
അഥവാ ഹോം സ്ക്രീനിൽ ആപ്സ് അറേഞ്ച് ചെയ്യുന്ന ടേബിളിനും ആപ്പ് സ്ക്രീൻ ഗ്രിഡിനും അഥവാ ആപ്സ് ഡ്രോയറിൽ ആപ്സ് അറേഞ്ച് ചെയ്യുന്ന ടേബിളിനും വലിപ്പം നമ്മുടെ ഇഷ്ടാനുസരണം ക്രമീകരിക്കാനുള്ള അവസരം നൽകുന്നു. ആപ്സ് സോർട്ട് ചെയ്യാനുള്ള അവസരം നൽകുന്നു. ഫോൾഡർ ഗ്രിഡ് നമ്മുടെ ഇഷ്ടത്തിന് ക്രമീകരിക്കാനുള്ള അവസരം നൽകുന്നു. ഹോം സ്ക്രീൻ പൊസിഷൻസ് ലോക്ക് ചെയ്യാനുള്ള അവസരം നൽകുന്നു. ഓട്ടോമാറ്റിക്കലി ആപ്സ് ആഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. ആപ്സ് മെയിൻ വിൻഡോയിൽ നിന്ന് ഹൈഡ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. സെർച്ച് വിത്ത് ദ ഫൈൻഡർ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള വളരെ സിമ്പിളായ പരിപൂർണമായും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് സാംസങ് വൺ UI ഹോം. ഇനി നമുക്ക് സാംസങ് വൺ UI ഹോമിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോ പരിചയപ്പെടാം. സാംസങ് വൺ UI ഹോമിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോ പ്രധാനമായും നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. ഫോൺ പോർട്രേറ്റ് മോഡിലാണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഡിലാണ് പിടിക്കുന്നതെങ്കിൽ, അഥവാ ഇയർപീസ് മുകളിലും മൈക്ക് താഴെയും വരുന്ന സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ഫോൺ ലംബമായി പിടിക്കുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ഇയർപീസിന് തൊട്ട് താഴെയായി ലെഫ്റ്റ് ടു റൈറ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോലെ കാണപ്പെടുന്ന ചെറിയൊരു ഏരിയ ആണ് സ്റ്റാറ്റസ് ബാർ. സ്റ്റാറ്റസ് ബാർ ആണ് ഹോം സ്ക്രീനിൻ്റെ ഒന്നാമത്തെ ഭാഗം. സ്റ്റാറ്റസ് ബാറിന് തൊട്ട് താഴെയായി ഹോം സ്ക്രീൻ ഗ്രിഡ് അഥവാ നമുക്ക് ആവശ്യമുള്ള ഐക്കൺസ് ഹോം സ്ക്രീനിൽ അറേഞ്ച് ചെയ്യുന്ന ടേബിൾ. അതിന് താഴെയായി ബോട്ടം ഏരിയ അഥവാ റീസെൻ്റ് ആപ്സ് ബട്ടൺ അഥവാ ഓവർവ്യൂ ബട്ടൺ, ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ എന്നീ 3 ബട്ടണുകൾ ലെഫ്റ്റ് ടു റൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ബോട്ടം ഏരിയയിലാണ്. ഇത്തരത്തിൽ 3 ഭാഗങ്ങളായി നമുക്ക് സാംസങ് വൺ UI ഹോമിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോ തിരിക്കാം. ആദ്യം നമുക്ക് സ്റ്റാറ്റസ് ബാർ നോക്കാം. സ്റ്റാറ്റസ് ബാറിൽ ഏറ്റവും ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ കാണിക്കുന്നത് ടൈമാണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നോക്കാം, 12:25 AM. IST കാണാം. അതിന് തൊട്ട് വലതുവശത്തായി Power saving mode on. ഞാൻ പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷനാണ്, പവർ സേവിംഗ് മോഡ് ഓൺ ആണ് എന്ന ഇൻഫർമേഷൻ കാണാം. വീണ്ടും വലത്തേക്ക് പോയാൽ VoLTE. VoLTE, വീണ്ടും വലത്തേക്ക് പോകുമ്പോൾ LTE, റൈറ്റ്. Phone signal full. ഫോൺ സിഗ്നൽ സ്റ്റാറ്റസ് ഫുള്ളാണ്, റൈറ്റ്. Battery 35%. ബാറ്ററി സ്റ്റാറ്റസ്. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ എൻ്റെ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കുന്നത്. ഇത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ സ്റ്റാറ്റസ് ബാറിൽ കാണിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള അവസരവും സാംസങ് വൺ UI ഹോം നൽകുന്നുണ്ട്. അതായത് സ്റ്റാറ്റസ് ബാർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് നൽകുന്നുണ്ട്. അത് എങ്ങനെയാണ് കസ്റ്റം ചെയ്യേണ്ടത് എന്ന് വരും വഴിയെ നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ വൈഫൈ അവൈലബിൾ ആണെങ്കിൽ വൈഫൈ സിഗ്നൽ അവൈലബിലിറ്റി സ്റ്റാറ്റസും സ്റ്റാറ്റസ് ബാറിൽ കാണാം. ഇതാണ് ഹോം സ്ക്രീനിൻ്റെ ഒന്നാമത്തെ ഭാഗമായ സ്റ്റാറ്റസ് ബാറിനെ കുറിച്ച് പറയേണ്ടത്. ഇനി നമുക്ക് ഹോം സ്ക്രീൻ ഗ്രിഡ് നോക്കാം. സാംസങ് വൺ UI ഹോമിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോയുടെ അഥവാ പ്രൈമറി വിൻഡോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഹോം സ്ക്രീൻ ഗ്രിഡ്. ഹോം സ്ക്രീൻ ഗ്രിഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പ്രൈമറി വിൻഡോ ആയിട്ടുള്ള ഹോം സ്ക്രീനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, ഫയൽസ്, ഫോൾഡേഴ്സ്, പ്രോഗ്രാംസ്, ഡോക്യുമെൻറ്റ്സ് ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ടേബിളാണ്. അഥവാ നമ്മൾ ഹോം സ്ക്രീനിൽ അറേഞ്ച് ചെയ്യുന്ന ഐക്കണുകൾ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത്. സിമ്പിളായി പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെസ്ക്ടോപ്പ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഡെസ്ക്ടോപ്പിൻ്റെ ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ, ആ ഒരു ഏരിയയുമായി നമ്മുടെ സാംസങ് വൺ UI ഹോമിൻ്റെ ഹോം സ്ക്രീൻ ഗ്രിഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പിക്ചർ മനസ്സിലേക്ക് കിട്ടും. അതായത് ഫോൾഡർ വ്യൂ, ലിസ്റ്റ് വ്യൂ എന്ന ഭാഗത്ത് നമ്മുടെ ഐക്കൺസ് അറേഞ്ച് ചെയ്യുന്നത് വരികൾ, നിരകൾ എന്നിങ്ങനെയായിട്ടാണ്. വൺ ആഫ്റ്റർ വൺ, വൺ ബിലോ ദി അതർ എന്നിങ്ങനെ 2 തരത്തിൽ നമുക്ക് ഐക്കൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. അതുപോലെയാണ് നമ്മുടെ സാംസങ് വൺ UI ഹോമിൻ്റെ പ്രൈമറി വിൻഡോ ആയിട്ടുള്ള ഹോം സ്ക്രീനിലും ഐക്കൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനും ഓരോ ഷോർട്ട് കട്ടും ഇവിടെ കാണപ്പെടുന്നത് ഐക്കണുകളായിട്ടാണ്. അഥവാ നമ്മൾ ആഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ഷോർട്ട് കട്ടുകൾക്ക് ഒരു ചിത്രവും അതോടൊപ്പം അതിൻ്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സിമ്പലും ഉണ്ടാവും. ഇതാണ് ഹോം സ്ക്രീനിൻ്റെ ഒരു പിക്ചർ. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. നിലവിൽ സാംസങ് വൺ UI ഹോം 2 ലേഔട്ടുകളിൽ ലഭ്യമാണ്. ഹോം സ്ക്രീൻ ഓൺലി എന്ന ലേഔട്ടും ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന ലേഔട്ടും.
നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന ലേഔട്ടാണ്. ഹോം സ്ക്രീൻ ഓൺലി എന്ന ലേഔട്ട് വരും വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് സ്ക്രീൻ എന്ന ലേഔട്ട് ഉപയോഗിക്കുമ്പോഴും ഹോം സ്ക്രീൻ ഓൺലി എന്ന ലേഔട്ട് ഉപയോഗിക്കുമ്പോഴും സാംസങ് വൺ യു ഹോം ഗ്രിഡിൻ്റെ വലിപ്പം ക്രമീകരിക്കാനുള്ള അവസരം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഹോം സ്ക്രീൻ ഗ്രിഡിൻ്റെയും ആപ്പ് സ്ക്രീൻ ഗ്രിഡിൻ്റെയും വലിപ്പം നമുക്ക് ക്രമീകരിക്കാം. ഗ്രിഡ് എന്നാൽ ടേബിളാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഏറ്റവും മാക്സിമം ലെവലായിട്ടുള്ള 5x6 എന്ന മോഡലാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ 5 കോളങ്ങളും 6 റോ എന്നിങ്ങനെയാണ് എൻ്റെ ടേബിളിൻ്റെ വലിപ്പം. അതായത് ഹോം സ്ക്രീൻ വിൻഡോയിൽ ഒരു പേജിൽ 5 കോളങ്ങളും 6 റോസുമാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം. Home screen, page 1 of 1, default page. ഇതാണ് സാംസങ് വൺ യു ഹോമിൻ്റെ പ്രൈമറി വിൻഡോ ആയിട്ടുള്ള ഹോം സ്ക്രീൻ. ഇവിടെ നിലവിൽ ഒറ്റ പേജാണ് ഉള്ളത്. ഇവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസേഷനാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫോൺ വളരെ സ്മാർട്ടായി ഉപയോഗിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 15ഓളം ആപ്ലിക്കേഷൻസ് 3 റോസ് 5 കോളങ്ങളിലായി ഞാൻ ക്രമീകരിച്ചിരിക്കുകയാണ്. അതായത് സ്ക്രീനിൻ്റെ മിഡിൽ ഭാഗത്തു നിന്ന് കുറച്ച് താഴേക്കായി എൻ്റെ ഹോം സ്ക്രീൻ ഗ്രിഡ് തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ ടേബിളിൻ്റെ വലിപ്പം മുഴുവനായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 15ഓളം ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഹോം സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഹോം സ്ക്രീനും ആപ്പ് സ്ക്രീനും കസ്റ്റമൈസ് ചെയ്യാം. അത് എങ്ങനെ ചെയ്യണമെന്ന് വരും വഴിയെ നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ എങ്ങനെയാണ് സാംസങ് വൺ യു ഹോമിൻ്റെ ഹോം സ്ക്രീൻ ഘടന എന്ന് നോക്കാം. ടോപ്പ് ടു ബോട്ടം നമുക്ക് നോക്കാം. അതായത് സ്ക്രീനിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്ന് ഒരല്പം താഴേക്ക് ഇറങ്ങിയിട്ടാണ് എൻ്റെ ഹോം സ്ക്രീൻ ഗ്രിഡ് തുടങ്ങുന്നത്. അതിനർത്ഥം ഇനിയും 3 റോസ് 5 കോളംസ് എനിക്ക് ഫില്ല് ചെയ്യാൻ ബാക്കിയാണ്. ഒരു 15ഓളം ആപ്ലിക്കേഷൻ കൂടി എനിക്കിവിടെ ഫില്ല് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഞാൻ 15 ആപ്ലിക്കേഷൻസ്, അതായത് 5 കോളങ്ങളിലായി 3 റോസ് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. തുടക്കത്തിൽ റോ 1 എന്നത് Galaxy Store, ഗാലക്സി സ്റ്റോർ ആണ്. റോ 2 WhatsApp, വാട്സാപ്പ്. റോ 3 My Files, മൈ ഫയൽസ്. കോളം 1 റോ 1 ഗാലക്സി സ്റ്റോർ, റോ 2 വാട്സാപ്പ്, റോ 3 മൈ ഫയൽസ്. YouTube Vanced, കോളം 2 റോ 1 യൂട്യൂബ് വാൻസ്ഡ്. തൊട്ട് താഴെ Play Store, പ്ലേ സ്റ്റോർ. അതിന് താഴെ Phone, ഫോൺ അഥവാ സാംസങ് ഡയലർ. കോളം 3 Maps, മാപ്സ്. റോ 1 റോ 2 Gallery, ഗാലറി. റോ 3 Contacts, കോണ്ടാക്ട്സ്. കോളം 4 Gmail, ജിമെയിൽ. റോ 2 Telegram, ടെലഗ്രാം. റോ 3 Messages, മെസ്സേജസ്. ഇനി കോളം 5 Settings, സെറ്റിംഗ്സ്. റോ 2 Google, ഗൂഗിൾ. റോ 3 Camera, ക്യാമറ. ഇങ്ങനെയാണ് ഓരോ കോളത്തിലും 3 റോസ് എന്ന നിലയിൽ ആപ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1 ആഫ്റ്റർ 1 എന്ന നിലയ്ക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 1 ബിലോ ദി അതർ എന്നതാണ് നോക്കിയത്. റോ 1 കോളം 1 Galaxy Store, ഗാലക്സി സ്റ്റോർ. YouTube Vanced, റോ 1 കോളം 2 യൂട്യൂബ് വാൻസ്ഡ്. Maps, റോ 1 കോളം 3 മാപ്സ്. Gmail, റോ 1 കോളം 4 ജിമെയിൽ. Settings, സെറ്റിംഗ്സ്. റോ 1 കോളം 5. അതായത് ഒരു റോ 5 ആപ്ലിക്കേഷൻ ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. കോളം എ, കോളം ബി, കോളം സി, കോളം ഡി, കോളം ഇ, ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനും ഓരോ കോളത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് റോ നോക്കാം. WhatsApp, വാട്സാപ്പ്. റോ 2 കോളം 1 Play Store, റോ 2 കോളം 2 Gallery, റോ 2 കോളം 3 Telegram, റോ 2 കോളം 4 Google, റോ 2 കോളം 5. ഇവിടെയും ഒരു റോയിൽ 5 ആപ്ലിക്കേഷൻ. ദാറ്റ് മീൻസ് കോളം എ, കോളം ബി, കോളം സി, കോളം ഡി ആൻഡ് കോളം ഇ, ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൊട്ടു താഴെ തേർഡ് റോ നോക്കാം. My Files, മൈ ഫയൽസ്. റോ 3 കോളം 1 Phone, ഫോൺ അഥവാ ഡയലർ. റോ 3 കോളം 2 Contacts, റോ 3 കോളം 3 Messages, റോ 3 കോളം 4 Camera, റോ 3 കോളം 5. ഇത്രയും ആപ്ലിക്കേഷനാണ് എൻ്റെ ഹോം സ്ക്രീൻ ഗ്രിഡിൽ ഉൾപ്പെടുന്നത്. 15ഓളം ആപ്ലിക്കേഷൻസ്, 3 റോസ് 5 കോളംസ്. ഇനിയും 3 റോസ് 5 കോളംസ് ഫില്ല് ചെയ്യാനുണ്ട്. അതായത്
5x6 എന്ന മോഡലിൽ ഒരു പേജിൽ 30ഓളം ആപ്ലിക്കേഷൻസ് ഉൾക്കൊള്ളും. 5x6 എന്നതാണ് കണക്ക്. 5 കോളങ്ങളും 6 റോസ്. അതിനർത്ഥം ഒരു കോളത്തിൽ 6 റോ ഉൾക്കൊള്ളും എന്നാണ്. അങ്ങനെയുള്ള 5 കോളങ്ങളിലായി 30 ആപ്ലിക്കേഷനുകൾ നമുക്ക് ക്രമീകരിക്കാം. ഇതാണ് ഹോം സ്ക്രീൻ വിൻഡോയുടെ സെക്കൻഡ് പാർട്ട്. ഇനി നമുക്ക് ബോട്ടം ഏരിയ നോക്കാം. സാംസങ് വൺ യു ഐ ഹോം പ്രൈമറി വിൻഡോ ആയിട്ടുള്ള ഹോം സ്ക്രീൻ വിൻഡോയുടെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ബോട്ടം ഏരിയ അഥവാ 3 ബട്ടൺസ്. നമ്മൾ ഫോൺ വെർട്ടിക്കൽ മോഡിൽ അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡിൽ പിടിച്ചാൽ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായി ലെഫ്റ്റ് ടു റൈറ്റ് കാണപ്പെടുന്ന ഒരു ചെറിയ ഏരിയയാണ് ബോട്ടം ഏരിയ. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ലെഫ്റ്റ് ബോട്ടം കോർണറിലായി റീസൺസ് ബട്ടൺ, അതിന് തൊട്ട് വലതുവശത്തായി ഹോം ബട്ടൺ, വീണ്ടും വലതുവശത്തേക്ക് നോക്കുമ്പോൾ ബാക്ക് ബട്ടൺ. ഇങ്ങനെ 3 ബട്ടൺസാണ് ബോട്ടം ഏരിയയിൽ കാണുന്നത്. വൺസ് മോർ, ലെഫ്റ്റ് ബോട്ടം കോർണറിലായി റീസൻസ് ബട്ടൺ അഥവാ ഓവർവ്യൂ ബട്ടൺ അല്ലെങ്കിൽ റീസെൻറ്റ് ആപ്സ് ബട്ടൺ. പല വേർഷനുകളിലും പല ടേമാണ് പറയുന്നത്. അതിന് വലതുവശത്തായി ഹോം ബട്ടൺ. റീസെൻറ്റ് ആപ്സിൻ്റെയും ബാക്ക് ബട്ടൻ്റെയും മധ്യത്തിലായി ഹോം ബട്ടൺ കാണാം. സെൻറ്ററിലായി വീണ്ടും വലതുവശത്തേക്ക് പോകുമ്പോൾ ബാക്ക് ബട്ടൺ. ഇങ്ങനെയാണ് സാംസങ് വൺ യു ഹോമിൻ്റെ ഹോം സ്ക്രീൻ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ബോട്ടം ഏരിയയാണ് ഈ 3 ബട്ടൺസ്. നമ്മൾ ഏതെല്ലാം വിൻഡോ ഓപ്പൺ ചെയ്താലും മുകളിൽ കാണിക്കുന്ന സ്റ്റാറ്റസ് ബാറും ഏറ്റവും താഴത്തെ ഈ ബോട്ടം ഏരിയയും അതുപോലെ തന്നെ നിലനിൽക്കും, നമ്മുടെ കമ്പ്യൂട്ടറിൽ ടാസ്ക് ബാർ ഉള്ളതുപോലെ. എന്നാൽ ഫുൾ സ്ക്രീൻ വിൻഡോസ് ആണെങ്കിൽ മാത്രമാണ് സ്റ്റാറ്റസ് ബാറും ബോട്ടം ഏരിയയും ഡിസപ്പിയർ ആവുകയുള്ളൂ. ഇതാണ് സാംസങ് വൺ യു ഹോമിൻ്റെ ഒരു പ്രൈമറി ഓറിയൻറ്റേഷൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. Thank you. Hi there. Thanks for watching. If you liked the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. Thank you.